യൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഇറങ്ങുന്നു എന്ന് ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മലക്ക് ഇറങ്ങി വരുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ പുത്തൻ വ്യാഖ്യാനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള നുസൂല്, ഇറക്കം അവനുണ്ട്. ഒരിക്കലും സൃഷ്ടികൾ ഇറങ്ങുന്നത് പോലെയുള്ള ഇറക്കമല്ല അത്. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അവൻ സൃഷ്ടികളെപ്പോലെയുമല്ല, സൃഷ്ടികൾ അവനെപ്പോലെയുമല്ല. അതുകൊണ്ടുതന്നെ അത് വ്യാഖ്യാനിക്കരുത്, എന്നാൽ നിഷേധിക്കുകയും ചെയ്യരുത്. ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴാണോ അമേരിക്കയിൽ രാത്രിയാകുമ്പോഴാണോ അള്ളാഹ് ഇറങ്ങി വരിക എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ആ ചോദ്യം പോലും അള്ളാഹു നമ്മളെപ്പോലെയാണ് എന്ന് ചിന്തിക്കുന്നിടത്തും തുടങ്ങുന്ന ചോദ്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മുകളിൽ ഞാനില്ല, ഞാൻ താഴെ എത്തി. ഇതൊരു മനുഷ്യന്റെ അവസ്ഥയാണെങ്കിൽ ഇതേപോലെയാണ് അള്ളാഹു എന്നാണ് ആളുകൾ ധരിക്കുന്നത്. ഞാനൊരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ വേറെ രാജ്യത്താണുള്ളത്, ആദ്യത്തെ രാജ്യത്തില്ല എന്നതുപോലെയാണ് അള്ളാഹു എന്നൊക്കെ ധരിക്കുന്ന, അള്ളാഹുവിനെ സൃഷ്ടികളോട് തുലനം ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധമാണത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിക്കുന്ന കാര്യങ്ങൾ അപ്പടി വിശ്വസിക്കുക എന്നത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്.